സുഖാണോ എല്ലാവർക്കും? ഇന്ന് നമ്മൾ ERSRT ഡ്രസ് ബാങ്കിലേക്കുള്ള ഐറ്റംസ് കളക്ട് ചെയ്യാനാണ് ഈ രാവിലെ തന്നെ പോകുന്നത്. നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഈ വഴി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ആരുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് കളക്ട് ചെയ്യാനായി പോകുന്നതെന്ന്. കഴിഞ്ഞ തവണ പട പിടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തളം തകപ്പന്നെ ഗാനമേള എന്ന അവസ്ഥയായിരുന്നു റോഡിന്. എന്നാൽ തന്നെയും കുറച്ച് വെള്ളം നീന്തിപ്പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇത്തവണ ഗാനമേളയ്ക്ക് പകരം അതുക്കും മേലെ എന്തോ ഒന്നായിരുന്നു കേട്ടോ. നീന്തി കരക്കെത്തി, എന്നിട്ടും തീർന്നില്ല, വീണ്ടും നീന്തി. ഇപ്പം മനസ്സിലായോ ഞാൻ ആരെയാ കാണാൻ പോകുന്നതെന്ന്? നാഷണൽ ആയുഷ് മിഷന്റെ ഒരു യോഗ ഇൻസ്ട്രക്ടർ ഇല്ലേ, ബിജി ടീച്ചർ, പുള്ളിക്കാരി തന്നെ. അതുകൊണ്ടാണ് വേറെ വോളണ്ടിയേഴ്സിനെ ഒന്നും ഡ്രസ്സ് കളക്ട് ചെയ്യാൻ വിടാതെ ഞാൻ തന്നെ നേരിട്ട് പോകുന്നത്. ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ താറാവുകൾ, താറാൻകുട്ടികൾ, കുട്ടി താറാവുകൾ, വയല്, പച്ചപ്പ്, ഹരിതാപ എല്ലാം കൊള്ളാം. ഒരു ഇത്താത്ത അതുവഴി പോണുണ്ടായിരുന്നേ. ഓടയും റോഡും ജോയിന്റ് ആയിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ എന്ത് ആസ്വദിച്ച് ഈ പോണതെന്ന സംശയത്തോടെ പുള്ളിക്കാരി എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് അങ്ങ് പോയി. പണി പാളി കേട്ടോ. യോഗ ടീച്ചറിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് പോകാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ടീച്ചർ ഒന്ന് ബിസിയാണ്, എനിക്ക് തന്നിട്ട് പോകാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തതാണെന്ന്. മുമ്പ് തന്നതിനേക്കാളൊക്കെ വെയിറ്റ് ഉള്ള ഒരു കവർ നിറച്ച് ഡ്രസ്സ് എനിക്ക് തന്നിട്ട് ടീച്ചർ അടുത്ത ഡ്യൂട്ടിക്ക് കയറി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടീച്ചറിനെ. ആ ഇഷ്ടം കൂടി ടീച്ചറിൻ്റെ യോഗ ക്ലാസ്സിൽ ഇപ്പോൾ ഞാനും ഉണ്ട്. കഴിഞ്ഞ തവണ ഡ്രസ്സ് വാങ്ങാൻ വന്നപ്പോൾ ചക്രവർത്തിയാണ് തന്നതെങ്കിൽ ഇത്തവണ അത് കട്ടനും മാഗി മുറുക്കും ആക്കി. ഈ തക്കാളി മുറുക്ക് എന്നാണ് ഇതിനെ പറയുന്നതെങ്കിലും ഇത് പണ്ട് ഞാൻ ആദ്യമായിട്ട് കഴിച്ചപ്പോൾ മാഗി മുറുക്ക് എന്ന് ഞാനൊരു പേരങ്ങിട്ടു. അങ്ങനെ നമ്മുടെ ടീച്ചർ തന്ന ഡ്രസ്സെല്ലാം ഒരു കവർ കൂടെ ഇട്ട് സേഫ് ആക്കി അതും എടുത്ത് ഞാൻ അങ്ങ് ഇറങ്ങി. അപ്പോഴത്തേനും വഴിയിൽ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ബ്ലോക്ക് ഒക്കെ മാറ്റി റോഡ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കവറുമായിട്ട് കുറച്ച് നടന്നപ്പോൾ വെയിറ്റ് കൂടുതൽ കാരണം ഞാൻ നടക്കുമ്പോൾ സ്പീഡ് കുറയുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ തന്നെ ഞാൻ മാമനെ വിളിച്ചു. മാമൻ വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കവർ അമ്മയെ ഏൽപ്പിച്ചിട്ടേ അത്യാവശ്യം ഒരു സ്ഥലം വരെ പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാട്ടോ കവർ ഓപ്പൺ ആക്കി വീഡിയോ ഒക്കെ എടുത്ത്. കഴിഞ്ഞ തവണ തന്നൊക്കെ അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സ് ആണെങ്കിൽ ഇപ്രാവശ്യം ഒരു തവണ പോലും യൂസ് ചെയ്യാത്ത ഡ്രസ്സ് വെച്ചിട്ടുണ്ടെന്ന് വൈറ്റ് കളർ ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ. ടീച്ചറെ ഒരുപാട് നന്ദിയുണ്ട്. സാധാരണ ഡ്രസ് ബാങ്കിലേക്ക് ഡൊണേഷൻ്റെ കാര്യം പറഞ്ഞ് ആര് വിളിച്ചാലും ഞാൻ ആ നമ്പറും ഡീറ്റെയിൽസ് നേരെ ERSRT ഓഫീസിൽ കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ആ സ്ഥലത്തിനടുത്തുള്ള വോളണ്ടിയേഴ്സ് എന്ന് കളക്ട് ചെയ്യും. പക്ഷേ ഇതുപോലെ ചുരുക്കം ചിലരെ മാത്രം എത്ര തിരക്കാണെങ്കിലും ഞാൻ നേരിട്ട് പോയി കളക്ട് ചെയ്യും കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ എടുത്ത് പറഞ്ഞ് ഡ്രസ്സ് എല്ലാം കളക്ട് ചെയ്ത് അതെല്ലാം ഒരുമിച്ചാക്കി എനിക്കോട്ട് തരുന്നവരുണ്ട് കേട്ടോ. ആരും ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.